നമസ്കാരം. ഇന്ന് നമ്മൾ ചെറിയൊരു ടോപ്പിക്കാണ്. രണ്ട് മൃഗങ്ങളെ കുറിച്ചിട്ടാണ്. പൂച്ചയുടെ ക്രോമസോം സംഖ്യ എത്രയാണ്? 38 നമ്മുടെ പൂച്ചയുടെ ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൂച്ചയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഫെലിസ് ഡൊമസ്റ്റിക്കയാണ് പൂച്ചയുടെ ശാസ്ത്രീയ നാമം. ഏറ്റവും കൂടുതൽ 100-ലധികം ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ജീവിയാണ് പൂച്ച. പൂച്ചകളെ ആരാധിച്ചിരുന്ന വിഭാഗമാണ് ഈജിപ്തുകാരാണ് പൂച്ചകളെ ആരാധിച്ചിരുന്നത്. പൂച്ചകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മുടെ അമേരിക്കയിലാണ്. 100-ലധികം ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ജീവിയാണ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഗർഭകാലമാണ് 3 മാസമാണ് പൂച്ചയുടെ ഗർഭകാലം എന്നറിയപ്പെടുന്നത്. അൾട്രാവയലറ്റ് രശ്മികളെ തിരിച്ചറിയുന്ന ജീവിയാണ് പൂച്ച. ബിഗ് ക്യാറ്റ് എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം ആരാണ്? ക്ലൈവ് ലോയിഡ് ആണ് ബിഗ് ക്യാറ്റ് എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം. ഇനി നമ്മുടെ ദേശീയ മൃഗം, ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. മാർജാര കുടുംബത്തിലെ ഒരു അംഗമാണ് നമ്മുടെ കടുവ. ശാസ്ത്രീയ നാമം എന്താണ്? പാന്തര ടൈഗ്രിസ് ആണ് ശാസ്ത്രീയ നാമം. ഏഷ്യൻ വൻകരയിലാണ് കടുവകളെ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. 105 to 110 ദിവസമാണ് അതിൻ്റെ ഗർഭകാലഘട്ടം. 105 to 110. അധീന പ്രദേശ പരിധി നിലനിർത്തി റോന്തു ചുറ്റുന്ന സ്വഭാവം ഇതിനുണ്ട്. അതായത് ടെറിറ്ററി ആയിട്ട് 9ഓളം കടുവ വംശങ്ങളുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. മാർജാര കുടുംബത്തിൽ ഏറ്റവും വലിയ ജീവിയാണ് നമ്മുടെ കടുവ. നഖം ഉള്ളിലേക്ക് വലിക്കാത്ത മാർജാര കുടുംബത്തിൽപ്പെട്ട ജീവി ഏതാണ്? ചീറ്റയാണ്. നഖം ഉള്ളിലേക്ക് വലിക്കാത്ത മാർജാര കുടുംബത്തിൽപ്പെട്ട ജീവിയാണ് ചീറ്റ. കടുവയുടെ ആയുർദൈർഘ്യമാണ് 15 to 20 വർഷം വരെ അത് ജീവിക്കും. കടുവ ദേശീയ മൃഗമായിട്ടുള്ള രാജ്യങ്ങൾ: ഇന്ത്യ, അതായത് റോയൽ ബംഗാൾ കടുവ; ബംഗ്ലാദേശ് റോയൽ ബംഗാൾ കടുവ; മലേഷ്യ മലയൻ കടുവ; വടക്കൻ കൊറിയ സൈബീരിയൻ കടുവ; USSR സൈബീരിയൻ കടുവ. ഓക്കെ.